ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നും കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീട്ടമ്മമാർ സ്ഥിരം നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് പാല് തിളച്ച് തൂവി നമ്മുടെ ഗ്യാസൊക്കെ വൃത്തികേടാവുക എന്നുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തവ വെച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പാൽ തിളപ്പിക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു തവ വെച്ചു കൊടുത്താലും ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. സവാള നന്നാക്കി എടുക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാൻ സവാളയുടെ തോല് കളഞ്ഞതിന് ശേഷം കുറച്ചു നേരം വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. പച്ചമുളക് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഞെട്ടുകളെല്ലാം നീക്കം ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലേക്കോ ബൗളിലേക്കോ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പച്ചമുളക് പേസ്റ്റാക്കി സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഞെട്ടുകളെല്ലാം നീക്കം ചെയ്ത് അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. മുളകിലുള്ള വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലാണ് ചതച്ചെടുക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് സൂക്ഷിക്കാവുന്നതാണ്. ചതച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. വെള്ളം ചേർന്നാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. മുളക് ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടി ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുത്ത ഈ കൂട്ട് ഒരു ബൗളിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റുകൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ തീർക്കാൻ പറ്റും. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരണേ. ഇതേ രീതിയിൽ കുറച്ച് കാന്താരി മുളക് കൂടി ഞാനിവിടെ ചതച്ച് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്പ്, മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് മുട്ടയുടെ തൊണ്ടൊക്കെ പൊട്ടിപ്പോകുന്ന അവസ്ഥ നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയെടുക്കുന്ന മുട്ടയിലേക്ക് കുറച്ച് സവാളയുടെ തോല് ഇട്ട് കൊടുക്കുക. സവാളയുടെ തോല് ചേർക്കുന്നത് കൊണ്ട് മുട്ടയുടെ തോടിന് കളർ മാറ്റം സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത് മുട്ടയുടെ ഉള്ളിലേക്ക് ഒരു മാറ്റവും സംഭവിക്കാറില്ല. ഇത് ലൈവായിട്ട് തന്നെ ഇതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ രീതിയിൽ മുട്ട പുഴുങ്ങിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇത് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ തോട് പൊളിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തോട് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട്. കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കി എടുക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ തന്നെ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. പുളി ചേർത്ത് ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ സിങ്കിന് നല്ലൊരു തിളക്കം കിട്ടും. അപ്പം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം വേണം നമുക്കിതൊന്ന് കഴുകിയെടുക്കാൻ.
ഈ രീതിയിൽ പുളി വെച്ച് നമുക്ക് ഗ്യാസ് അടുപ്പും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോഴുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. സിങ്കിലെ അഴുക്കുകളെല്ലാം പോയി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.